ഹലോ, ഞാൻ ദിൽഷ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ നീറ്റ് ജേണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. സോ എൻ്റെ നീറ്റ് ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചെറുപ്പം മുതലേ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അന്നും ഇന്നും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ, ഡോക്ടർ ആവണമെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആക്ച്വലി എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ഇപ്പോഴും വേറെ ഇതല്ലെങ്കിൽ വേറെ എന്ത് എടുക്കുമെന്ന് ചോദിച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ല, ഇതന്നെ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെ അതൊരു ഡ്രീമായി. എന്നിട്ട് ആക്ച്വലി എൻ്റെ ഫാമിലി വെച്ച് നോക്കുകയാണെങ്കിൽ ആരും ഡോക്ടേഴ്സ് ഇല്ല, അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയ ആരും ഇല്ല. സറൗണ്ടിങ്സിലൊന്നും പറഞ്ഞു തരാനൊന്നും ആരുമില്ല. കൂടെ പഠിക്കുന്ന കുട്ടികളെ ബ്രദേഴ്സൊക്കെ MBBS പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് അന്വേഷിച്ച് ഇതിനിങ്ങനെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, എന്നിട്ട് അവിടെ നീറ്റ് എന്നൊരു എക്സാം ക്രാക്ക് ചെയ്താലേ നമുക്ക് ഡോക്ടർ ആകാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാൻ തന്നെ എല്ലാം ചെയ്തത്. അപ്പോൾ നമുക്ക് പൊതുവെ ഒരു മിത്തുണ്ട്, കുറേ പൈസ ഉണ്ടെങ്കിലേ ഡോക്ടർ ആകാൻ പറ്റുള്ളൂ എന്ന്. എനിക്കുണ്ടായിരുന്നു ആ മിത്ത്. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു +2 അവസാനമൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയാലേ കിട്ടും എന്നൊക്കെയുള്ളൊരു വിവരം എനിക്ക് കിട്ടുന്നത്. അത് വരെയും അതുകൊണ്ട് തന്നെ +1 +2ൻ്റെ കൂടെ എനിക്കൊരു ഓറിയൻറ്റേഷനോ ഒന്നും കിട്ടിയിട്ടില്ല കാര്യമായിട്ട്. എന്നിട്ടാണ് ഞാൻ ഈ നീറ്റിനെ വേണ്ടി ജോയിൻ ചെയ്യുന്നത്, നീറ്റ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൽ. അപ്പോഴാണ് കൊറോണ വന്ന് ഓൺലൈനായി വീട്ടിലായി പഠിത്തം. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റാത്ത പരിപാടിയെന്ന് ആ ഇയറിൽ എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു, ക്രാഷ് കോഴ്സിന് ഒന്നിനും ചേർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊന്നും പറഞ്ഞു തരാൻ ഒരാളില്ലായിരുന്നു, കാര്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്തൊക്കെ ചെയ്യണം ഒന്നും പറഞ്ഞ ഒരാളില്ലായിരുന്നു. പിന്നെ ഡിസ്ട്രാക്ഷൻസ് വീട്ടിലാണല്ലോ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് വീട്ടിൽ പോകണം എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോകരുത്, അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്ന അത്ര വീട്ടിൽ പോയാൽ പഠിക്കാൻ എന്തായാലും പറ്റില്ല. അങ്ങനെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എക്സാം വന്നപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് എക്സാം എഴുതിയത്. പക്ഷേ മാർക്ക് അത്ര ഇല്ലായിരുന്നു. എനിക്ക് +2 അത്യാവശ്യം നല്ല മാർക്കുള്ള ഒരാളായിരുന്നു. അപ്പോൾ +2ൻ്റെ മാർക്കും റാങ്കും കണ്ടിട്ട് നീറ്റിന് അതേ ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും നമ്മൾ കാണരുത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്രയൊക്കെ കിട്ടുള്ളൂ, കുറച്ച് ടൈം എടുക്കും നമ്മൾ പഠിച്ചിട്ട് ആ ട്രാക്ക് കയറാൻ. അതൊന്നും പറഞ്ഞൊരു ആളില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റാത്ത പണിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഹോപ്പ് അവിടെ പോയി. എന്നിട്ട് ക്ലാസ്സൊക്കെ കാണും, ഒരു മാസമൊക്കെ ക്ലാസ് കണ്ടു, എക്സാമൊക്കെ എഴുതും. അങ്ങനെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് +2 പഠിക്കുന്ന ആ റാങ്കും മാർക്കൊന്നും ഇല്ല. എനിക്കൊരു 550 അത്രയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നല്ല മാർക്കാണെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്. റിപ്പീറ്റിന് ഫസ്റ്റിൽ തന്നെ 550 നല്ല മാർക്കാണ് ആക്ച്വലി. പക്ഷേ ഇത് നല്ല മാർക്കാന്ന് പറഞ്ഞു തരാൻ പോലും ഒരാളില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടൊന്നും പറ്റില്ല കാരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വിട്ട് കളഞ്ഞു. എന്നിട്ട് ഞാൻ ക്ലാസ് കാണും, ഇത് ഏതായാലും കോഴ്സ് എടുത്താൽ വെച്ചിട്ട് കുറച്ച് നേരം ക്ലാസ് കാണും. പിന്നെ എക്സാം വരുമ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യും. പിന്നെ ഇങ്ങനെ ലാഗ് അടിച്ച് പഠിക്കുന്നതുകൊണ്ട് തന്നെ കുറേ പെൻഡിങ് ആയി. അവസാനം എക്സാമൊക്കെ എഴുതി മാർക്ക് വന്നത് 450, കാരണം അത്രയ്ക്ക് പ്രിപ്പറേഷൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ എഞ്ചിനീയറിംഗ് എടുക്കണം എന്നൊക്കെ ആലോചിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ച് നമുക്ക് കിട്ടാണ്ടായതല്ലേ. 3 ദിവസമൊക്കെ അടുപ്പിച്ചിരുന്ന് കറണ്ടിരുന്നു ഞാൻ ഓർത്ത് നോക്കുമ്പോൾ. പിന്നെ എഞ്ചിനീയറിംഗിന് ചേരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം വന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചത്, ഇതാണോ ഈ ആഗ്രഹിച്ച എൻ്റെ ലൈഫിൽ? ഞാൻ എൻ്റെ ഫ്യൂച്ചർ കണ്ടത് എപ്പോഴും ഒരു ഡോക്ടറായിട്ടായിരുന്നു, അല്ലാണ്ടൊരു വേറെ ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ അതല്ലാണ്ട് ഒരാളായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ എന്നോട് ചോദിച്ചു, എനിക്കിതാണ് വേണ്ടത്, എൻ്റെ മാക്സിമം പൊട്ടൻഷ്യലി കഴിഞ്ഞ ഇയർ കൊടുത്തോ? ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു 25% പോലും ഞാൻ കൊടുത്തിട്ടില്ല, എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു കൊല്ലം കൂടി എനിക്ക് റിപ്പീറ്റ് ചെയ്തുകൂടാ, മേ ബി അതൊരു വർത്താണെങ്കിലോ. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഡിസിഷൻ എനിക്കിപ്പോൾ തോന്നലുണ്ട്. അപ്പം നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അത് ഡിസൈഡ് ചെയ്യാൻ തന്നെ നല്ലോണം ധൈര്യം വേണം. സോ നിങ്ങൾക്ക് ആ ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ജേണി വിജയിക്കുന്ന ഉറപ്പാണ്. ആ ധൈര്യത്തോടു കൂടി ആ ജേണി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. അപ്പം ഇനി റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളോട് എന്താ പറയുക വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും ഒരു കൊല്ലം പഠിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ചിലവർക്ക് ചിലപ്പം കുറഞ്ഞ മാർക്കായിരിക്കും. എനിക്ക് കിട്ടിയ മാർക്ക് 450ആണ്. എനിക്ക് 7 മന്ത്സേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ, കാരണം ലാസ്റ്റിൽ ഞാൻ പോയി ചേർന്നത്. അപ്പം 7 മന്ത്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മുന്നേ പ്രത്യേകിച്ച് ഗൈഡൻസോ അല്ലെങ്കിൽ കാര്യമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നുമില്ല, ബേസിക്കായിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി പഠിച്ചാൽ കിട്ടുമോ, അതൊന്നും വേണ്ട. നമ്മളെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ വലിയ സ്ഥാനത്തെത്തിയ കുറേ ആൾക്കാരെ കാണാം. ഇവരൊന്നും അവർക്ക് എല്ലാ സിറ്റുവേഷനും അവരെ കൂടെ നിന്നിട്ട് അവരവിടെ എത്തിയതല്ല. എല്ലാ സിറ്റുവേഷനും അവരെ ബെസ്റ്റ് എഫേർട്ടിൽ ഇട്ടിട്ട് വർക്ക് കൊടുത്തുകൊണ്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്കിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞ് വരാനുള്ളത് വരും. പക്ഷെ നമ്മളെ കയ്യിൽ ഇപ്പം എന്തുണ്ട് അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ആ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് അത്രക്കും ഭയങ്കര ആഗ്രഹം വേണം. പിന്നെ പട്ടിപ്പണി എന്ന് പറയാം, പട്ടിപ്പണി എടുക്കാൻ നിങ്ങൾ റെഡി ആവണം. പിന്നെ നമുക്ക് കിട്ടുന്നുള്ളൊരു വിശ്വാസം വേണം. അതുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ എത്തും, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ സ്ഥലത്ത് എത്തും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ഇവിടെ എത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS സ്റ്റുഡൻ്റായി നിങ്ങളെ മുന്നിൽ ഇപ്പം മെൻറ്ററായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തോൽവി എന്നുള്ളത് ഒരിക്കലും ഒന്നിൻ്റെ അവസാനമല്ല. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അതൊക്കെ ധൈര്യത്തോടെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. ആ ജേണിയിൽ ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാവും.